നമസ്കാരം. എല്ലാവരുടെയും ക്രിസ്മസും പുതുവർഷവും എല്ലാം ഗംഭീരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ക്രിയാറ്റിനെ കുറിച്ച് ഒരു പരമ്പര തന്നെ ചെയ്തതായിരുന്നു. അതിന് വൻ സ്വീകാര്യതയാണ് കിട്ടിയത്. പൊതുവെ എല്ലാവർക്കും ക്രിയാറ്റിനെ കുറിച്ച് പറയുമ്പോൾ കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ, അതല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക, ഡയാലിസിസ് മുതലായ പ്രശ്നങ്ങളാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ആശങ്കയും ഭയവുമായിരിക്കാം ആൾക്കാരെ ആ വീഡിയോസ് കാണാൻ ഇത്രയും പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ അതിലൂടെ പറയാൻ ആഗ്രഹിച്ച ഒരു മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ ഘടകത്തെ അല്ലെങ്കിൽ ആ രാസപദാർത്ഥത്തെ നമ്മൾ അത്രയും ഭയക്കേണ്ടതില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് വിഘടിച്ച് അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ക്രിയാറ്റിനിൻ. പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുള്ളത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന വസ്തുവിനെ ശരീരം മെറ്റബോളിസത്തിൻ്റെ പല പല പാത്വേസ്, പല മാർഗങ്ങളിലൂടെ ക്രിയാറ്റിനിൻ എന്ന് മാറ്റുകയും പിന്നെ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കിഡ്നികൾ ഫിൽട്രേഷനിലൂടെയും എക്സ്ക്രീഷനിലൂടെയും പല മാർഗങ്ങളിലൂടെയും നിയന്ത്രിച്ച് നിർത്തുന്നതും ആണ്. അതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ക്രിയാറ്റിനിൻ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളുടെ ഒരു ഫലം മാത്രമാണ്, ഒരു വിഷവസ്തുവല്ല. ആൻഡ് ക്രിയാറ്റിനിൻ കൂടിയതുകൊണ്ട് മാത്രം കിഡ്നികൾ അടിച്ചു പോയെന്നോ അല്ലെങ്കിൽ ഈ കിഡ്നികൾ ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നോ ഫെയിലിയറിലേക്ക് പോവുകയാണെന്നോ എന്നൊന്നും പറയാൻ സാധ്യമല്ല. കാരണം കിഡ്നി രോഗങ്ങളില്ലാത്ത ചില വ്യക്തികളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ക്രിയാറ്റിനിൻ കൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും, കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം കിഡ്നികൾ അടിച്ചുപോയി എന്നല്ല. ഉദാഹരണം, ഡീഹൈഡ്രേഷൻ, ശരീരത്തിൽ ജലാംശം കുറയുക, നിർജ്ജലീകരണം എന്നൊക്കെ പറയും. ആ അവസ്ഥയിൽ ചിലരിൽ ക്രിയാറ്റിനിൻ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഷേക്സ്, ഈ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ ഈ പ്രോട്ടീൻ ഷേക്സ് ഒക്കെ കാണുമ്പോൾ ഏതാനും നാളത്തേക്കെങ്കിലും ഈ അതിൽ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലാണ്. അറിയാമല്ലോ, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് മസിൽ ഉണ്ടാക്കാനുള്ള പ്രോട്ടീൻ ഷേക്സിലൊക്കെ ക്രിയാറ്റിൻ ലെവൽ, ക്രിയാറ്റിൻ പൗഡേഴ്സ് എന്നാണ് അവയെ അറിയപ്പെടുന്നത് തന്നെ. ആ ക്രിയാറ്റിൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് ശരീരത്തിൽ ക്രിയാറ്റിനിൻ ആയിട്ട് മാറ്റപ്പെടും. അതിനാൽ സീറം ക്രിയാറ്റിനിൻ താരതമ്യേന കൂടുതലായിട്ട് കാണപ്പെടാം. അതിൻ്റെ അർത്ഥം കിഡ്നി അടിച്ചുപോയി എന്നല്ല. എന്നാൽ ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനാൽ കിഡ്നികളിൽ ഓവർലോഡ് വരാനും അതിനുശേഷം റീനൽ ഫെയിലിയറിലേക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ടും ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനാൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വളരെ സുരക്ഷിതമായിട്ട് വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. അത് വേറൊരു വിഷയം, അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് അറിയേണ്ടത് വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ക്രിയാറ്റിനിൻ്റെ അളവ് കുറയ്ക്കാൻ ചില വീട്ടുവിദ്യകൾ എന്നുള്ളൊരു വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് എനിക്ക് കിട്ടിയത്. ഞാനെന്തോ വീട്ടുവിദ്യകൾ, അതായത് സൂത്രപ്പണികളൊന്നും പറഞ്ഞു കൊടുത്തില്ല, നുറുങ്ങുകൾ എന്നൊക്കെ പറയില്ല, നുറുങ്ങു വിദ്യകൾ, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒറ്റമൂലികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചികിത്സാ രീതികൾ, ക്രിയാറ്റിനും ഒരു മാന്ത്രിക വടി വീശുന്നത് പോലെ ഡും എന്ന് പറഞ്ഞ ക്രിയാറ്റിനും കുറയുന്ന അവസ്ഥ, അതിന് വേണ്ടിയുള്ള മാർഗങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലെന്നാണ് ആക്ഷേപം. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ക്രിയാറ്റിനിൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കണം. ബേസിക്കലി അതാണ്. അതായത് ആ സോഴ്സ്, ക്രിയാറ്റിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് വരുന്നത്, അത് ക്രിയാറ്റിൻ നിന്നാണ് വരുന്നത്. അതാണ് ഒരു മാർഗം. രണ്ടാമത്തേത് ഫൈബർ കൂടുതൽ കഴിക്കുക. അപ്പോൾ ആദ്യത്തെ മാർഗം നമ്മൾ പറഞ്ഞു, സോഴ്സ് കുറയ്ക്കുക. സോഴ്സിൽ എങ്ങനെയാണ് കുറയ്ക്കേണ്ടത്? ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള, ഇപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ഷേക്സ് ആയിക്കോട്ടെ, റെഡ് മീറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലുള്ള മുട്ട, ഫിഷ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ താരതമ്യേന നിയന്ത്രിക്കുക. കഴിക്കരുതെന്നല്ല പറഞ്ഞു വരുന്നത്. ഇത് ആർക്കാണ് ബാധകം? ഓർമ്മയിരിക്കട്ടെ, കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ വേറെ രോഗങ്ങളുള്ളവർക്കോ ഡോക്ടർ നിർദ്ദേശാനുസരണം പ്രോട്ടീൻ കോണ്ടൻറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ അങ്ങനെ കുറയ്ക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ആഹാര ക്രമീകരണം മാത്രമാണിത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. അത്തരത്തിലുള്ളവർ ഡയറ്ററി ഫൈബർ കൂട്ടാനും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഫൈബർ കൂട്ടുന്നതിലൂടെ കുടലിലൂടെയുള്ള ഈ ക്ലിയറൻസ് അത് കൂടും. എന്തിൻ്റെ? ക്രിയാറ്റിനിൻ്റെ ക്ലിയറൻസ് കൂടുകയും അതോടെ കിഡ്നികൾക്ക് താരതമ്യേന ലോഡ് കുറയുകയും ചെയ്യും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
സോൾട്ട് റെസ്ട്രിക്ഷൻ. സോൾട്ട്, ഉപ്പ് കഴിക്കുന്നത് നേരിട്ട് ക്രിയാറ്റിൻ്റെ ലെവൽ കൂട്ടില്ല. പക്ഷേ ഉപ്പ് കൂടുതൽ കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ ജലാംശം കൂടുകയും അപ്പോൾ ആ ജലാംശത്തെ പുറത്തേക്ക് തള്ളിവിടാൻ കിഡ്നികൾ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നതിനാൽ കിഡ്നികൾക്ക് ഓവർലോഡ് വരാം. മാത്രമല്ല സോൾട്ട് കൂടുതൽ കഴിക്കുന്നതിനാൽ ബ്ലഡ് പ്രഷറിൽ ഒരു വർധനവുണ്ടാവാം. അതും കിഡ്നികളെ കൂടുതൽ ലോഡ് ഉണ്ടാക്കും. ഇൻഫാക്റ്റ് ബ്ലഡ് ഷുഗറിനേക്കാളുപരി കിഡ്നികളെ അപകടത്തിലാക്കുന്ന ഒരു ഘടകമാണ് ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഹൈപ്പർ ടെൻഷനാണ് ഹൈപ്പർ ഗ്ലൈസീമിയേക്കാളും അപകടകാരി, എസ്പെഷ്യലി ഡയബറ്റിക്സ് വിത്ത് ഹൈപ്പർ ടെൻഷൻ. ഈ വ്യക്തികളിൽ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതിന് ഉപ്പ് നിയന്ത്രണം തന്നെ ചെയ്യണം. അപ്പോൾ ഉപ്പ് നിയന്ത്രണം ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഈ ക്രിയാറ്റിനിൻ ലെവലെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വിദ്യയാണത്, ഉപ്പ് നിയന്ത്രിക്കുക. എങ്ങനെയാണ് ഉപ്പ് നിയന്ത്രിക്കുക? അപ്പം തന്നെ ആൾക്കാരെ ചാടിക്കയറി ചോദിക്കും, കറിയിലൊന്നും ഉപ്പ് ചേർക്കരുതെന്നാണോ ഇയാൾ പറഞ്ഞു വരുന്നതെന്നത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. കറിയിൽ ഉപ്പ് ചേർക്കാം. പക്ഷെ പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ എല്ലാവരും കറിയിൽ ഒരുപാട് ഉപ്പാണ് ചേർക്കുന്നത്. തീർന്നില്ല. ചോറ് കഴിക്കുമ്പോൾ അതിലും ഉപ്പ് ചേർക്കും, കഞ്ഞി കഴിക്കുമ്പോൾ അതിലും ഉപ്പ് ചേർക്കും. ആ ഒരു രീതിയാണ്. തീർന്നില്ല. അതിൻ്റെ കൂടെ തന്നെ അച്ചാറും ഉപ്പിലിട്ടതും ഉണക്കമീനും വറുത്തതും പൊരിച്ചതും ചിപ്സും മിക്സ്ചറും മുതലായവ എല്ലാം ഉപ്പിൻ്റെ അളവ് വളരെ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ പൊതുവെ കഴിക്കുന്നത്. അപ്പോൾ ഉപ്പ് നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ നിയന്ത്രിച്ച രീതിയിൽ, അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുക. എനിവേ സോൾട്ട് റെസ്ട്രിക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ BP കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുന്നത് ഒരു കാരണവശാലും അവഗണിക്കരുത്. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾ കുടിക്കേണ്ട, അത് ഓരോരോ സാഹചര്യങ്ങൾ, അന്തരീക്ഷ ഊഷ്മാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. വേനൽക്കാലത്ത് ജലാംശം കൂടുതൽ വേണം, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ പൊതുവെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സാഹചര്യങ്ങളനുസരിച്ച്, ജോലിയുടെ രീതികളനുസരിച്ച്, ഏത് മേഖലയിലാണോ, ഉഷ്ണമേഖലയാണോ അല്ല എന്നുള്ളതനുസരിച്ച് വെള്ളം കൂടി കൂടുതലോ കുറയോ ചെയ്യണം. ആവശ്യത്തിന്, ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്തണം. അതാണ് ക്രിയാറ്റിനിൻ ലെവൽ നിയന്ത്രിച്ച് നിർത്താൻ വേറൊരു വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യം. പിന്നെ പലരും കാണാതെ പോകുന്നൊരു വിഷയമുണ്ട്, ഈ പിൽ പോപ്പിംഗ് കൾച്ചർ. എന്ന് വെച്ചാൽ തലവേദനയ്ക്ക്, നടുവേദന, ഊരവേദന അല്ലെങ്കിൽ മുട്ടുവേദന, അതിനൊക്കെ ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. പെയിൻ കില്ലേഴ്സ് ക്രിയാറ്റിനിൻ കൂടാൻ കാരണമാവും എന്ന് മാത്രമല്ല വേറെ പല അവയവങ്ങളെയും പ്രശ്നത്തിലാക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ലിവറിനെയും കിഡ്നിയാണ് പ്രധാനമായിട്ടും. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമല്ലാതെ ഒരു കാരണവശാലും പെയിൻ കില്ലേഴ്സ് അനാവശ്യമായിട്ട് കഴിക്കരുത്, NSAIDs. അതുപോലെ ക്രിയാറ്റിനിൻ കൂടാൻ കാരണമാവുന്ന, പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമാണ് ഓവർ എക്സസൈസിങ്. എക്സസൈസ് അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ, വ്യായാമം അമിതമായാൽ ക്രിയാറ്റിൻ ലെവൽ കൂടാം. ഇൻഫാക്റ്റ് എൻ്റെ ചില പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളത്, എക്സസൈസ് നിയന്ത്രിക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണ്ട എന്ന് വരെ പറയേണ്ട ചില പേഷ്യൻസ് ഉണ്ട്. ചിലരോട് ഞാൻ പറയേണ്ടി വരാറുണ്ട്. അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ മസിൽ ക്രിയാറ്റിനിൻ സിസ്റ്റത്തിൽ ഫ്ലഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാൻ ഓവർലോഡ് ദ കിഡ്നീസ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അത്തരത്തിലുള്ള പേഷ്യൻസിന് മിനിമം 48 മണിക്കൂർ, ചിലപ്പോൾ 72 മണിക്കൂർ വരെ നമ്മൾ എക്സസൈസ് ചെയ്യരുത് എന്ന് പറയും. ഈ എക്സസൈസിൽ ഏറ്റവും പ്രധാനമായിട്ടും ക്രിയാറ്റിനിൻ്റെ ഉൽപ്പാദനം വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നത് ഒന്നാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. അതിലാണ് ഏറ്റവും കൂടുതൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ വീട്ടുവിദ്യകൾ, അതായത് വീട്ടിൽ തന്നെ ഒറ്റമൂലികളായിട്ടോ അല്ലെങ്കിൽ ചെറിയ നുറുങ്ങുകളായിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്ന്, അനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒഴിവാക്കുക, അനാവശ്യമായുള്ള പെയിൻ കില്ലേഴ്സ് ഒഴിവാക്കുക. 2, ഉപ്പ് നിയന്ത്രണം. 3, എക്സസൈസ് വളരെ പരിമിതമായിട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചെയ്യുക. പിന്നെ 4, ജലാംശം, ശരീരത്തിൽ എപ്പോഴും ജലാംശം കാത്തു സൂക്ഷിക്കുക. പിന്നെ അമിതമായ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എഗെയിൻ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശാനുസരണം മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഭൂമിയിൽ ഒരു മരുന്നും ക്രിയാറ്റിനിൻ നേരിട്ട് കുറയ്ക്കാൻ കഴിയുന്നതായിട്ടില്ല. അതാണ് ഫാക്ട്.
അതായത് നിങ്ങളുടെ ക്രിയാറ്റിൻസെ 3 അല്ലെങ്കിൽ 4 മില്ലിഗ്രാമിൽ നിൽക്കുന്നു, നിങ്ങൾക്കത് 1.2 അല്ലെങ്കിൽ 1.5 മില്ലിഗ്രാമിന് താഴേക്ക് എത്തിക്കണം. അപ്പം നിങ്ങളൊരു ഗുളിക കഴിക്കുന്നു, ആ ഗുളിക കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ക്രിയാറ്റിൻ നോർമൽ ആവുന്നു. അത്തരത്തിലുള്ള ഒരു ഗുളിക ഭൂമിയിലെങ്ങും ഇല്ല. പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ, ബ്ലഡ് ഷുഗർ കൺട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ അതായത് കൊളസ്ട്രോൾ കൺട്രോൾ, ഇവയെല്ലാം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്രിയാറ്റിൻ നിയന്ത്രിക്കാം. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് കിഡ്നി ഡിസീസിൽ ക്രിയാറ്റിനിൻ ഒരു പ്രത്യേക ലെവല് വിട്ടു പോയി കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നോർമലൈസ് ആവാറില്ല. അതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഒരു റേഞ്ചിൽ വന്ന് അവിടെ കിടക്കും. യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു 1.5 to 2 റേഞ്ചിലേക്കൊക്കെ നമുക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റും. അതായത് 4 അല്ലെങ്കിൽ 5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ക്രിയാറ്റിൻ ആണെന്ന് കരുതുക, ആ തരത്തിലുള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് കരുതുക. നമ്മൾ കൺട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു 2ൻ്റെ അടുത്തേക്കൊക്കെ വന്ന് നിന്നാൽ മതിയാവും. ആ രീതിയിലാണ് പിന്നെ നമ്മളത്. എന്നാൽ 1 മില്ലിഗ്രാമിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് 0.8 പോകുന്നൊക്കെ കരുതിയാൽ അത് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അവിടെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. നിരാശപ്പെടുത്തേണ്ട ഒരു കാര്യമേ അല്ല ഇത്. ബിക്കോസ് നമുക്കത് ആ ലെവലിലേക്ക് നിയന്ത്രിച്ച് കൊണ്ടുവന്നാൽ തന്നെ GFR ആൻഡ് വെയിറ്റ് ലോസിലൂടെയും പിന്നെ ബാക്കിയുള്ള BP കൺട്രോളിലൂടെയൊക്കെ നമുക്ക് GFR മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ റിക്കവർ ചെയ്ത് വരുന്നതായിട്ട് പലരിലും കാണാറുണ്ട്. അപ്പോൾ ക്രിയാറ്റിനെ കുറിച്ച് ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എഴുതി അറിയിക്കുക. ആൻഡ് ഷെയർ യുവർ തോട്ട്സ്, നിങ്ങളെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വൺസ് അഗെയിൻ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ.